Realme Narzo 30 series ഇപ്പോൾ ഇന്ത്യയിൽ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. Realme Narzo 30 സീരീസിൽ രണ്ട് ഫോണുകൾ വരുന്നുണ്ട്. Realme Narzo 30 4Gയും അതുപോലെ തന്നെ Realme Narzo 30 5Gയും. ഈ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് Realme Narzo 30 4G എന്ന ഫോണിൻ്റെ വിശേഷങ്ങളാണ്. പിന്നെ ഈ ഒരു ഫോണിന് കോമ്പറ്റീഷനായിട്ട് വരുന്നത് Redmi Note 10 പോലുള്ള ഫോണുകളൊക്കെയാണ്. അപ്പോൾ ആ ഫോണുകളെ പറ്റിയിട്ടുള്ള ചില കാര്യങ്ങളും നമ്മൾ ഈ ഒരു വീഡിയോയിൽ പറയുന്നതായിരിക്കും. എന്തായാലും വീഡിയോ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് ഇതുപോലുള്ള വീഡിയോസ് ഇനിയും കാണാൻ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ ഈ ചാനലും സബ്സ്ക്രൈബ് ചെയ്യാവുന്നതാണ്. പിന്നെ അടുത്ത് വരുന്ന ഒരു ബെല്ലൈക്കണും കൂടി എനേബിൾ ചെയ്ത് വെച്ചാൽ ഞാൻ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് അതിൻ്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും. ആദ്യം നമ്മൾ Realme Narzo 30 4Gയുടെ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ നോക്കുകയാണെങ്കിൽ ഒന്നാമത്തെ എടുത്തു പറയേണ്ട പോസിറ്റീവായിട്ട് വരുന്ന കാര്യം ഇതിൻ്റെ പ്രോസസ്സറാണ്. mediatekൻ്റെ helio G95 എന്നുള്ള പ്രോസസ്സറുമായിട്ടാണ് ഈ ഒരു ഫോൺ വരുന്നത്. ഇപ്പം 12,500 രൂപ പ്രൈസ് റേഞ്ചിലൊക്കെ ബെസ്റ്റ് ആയിട്ടുള്ള പ്രോസസ്സർ എന്ന് വിളിക്കാൻ പറ്റിയിട്ടുള്ള ഒരു പ്രോസസ്സർ തന്നെയാണ് mediatekൻ്റെ helio G95 എന്നുള്ള പ്രോസസ്സർ. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഏറ്റവും മെയിനായിട്ട് വേണ്ടത് പെർഫോമൻസും അതുപോലെ തന്നെ ഗെയിമിംഗ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ Realme Narzo 30 4G എന്ന ഫോൺ അത്യാവശ്യം നല്ലൊരു ഓപ്ഷൻ ആയിരിക്കും. പിന്നെ ഈ ഫോണിൻ്റെ 2 വെർഷൻസ് ഇപ്പോൾ ഇന്ത്യയിൽ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. ബേസ് വേരിയൻറ്റിൽ 4GB റാമും 64GB ഇൻറ്റേർണലുമാണ് വരുന്നത്. 6GB റാമും 128GB ഇൻറ്റേർണലുമായിട്ട് വരുന്ന ഒരു വെർഷനും വരുന്നുണ്ട്. പിന്നെ 5G സപ്പോർട്ട് ചെയ്യുന്നില്ല, 4G സപ്പോർട്ടുമായിട്ടാണ് ഈ ഒരു ഫോൺ വരുന്നത്. ഈ ഫോണിൽ LPDDR4Xൻ്റെ റാമാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ UFS 2.1 സ്റ്റോറേജ് ടൈപ്പും ഈ ഫോണിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ മെമ്മറി എക്സ്പാൻഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ ഫോണിൽ ഡെഡിക്കേറ്റഡ് മെമ്മറി കാർഡ് സ്ലോട്ട് വരുന്നുണ്ട്. അതായത് 2 സിം യൂസ് ചെയ്യുമ്പോൾ തന്നെ ഒരു മെമ്മറി കാർഡ് നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് യൂസ് ചെയ്യാം. പിന്നെ ഈ ഫോണിൽ 3.5mm ഓഡിയോ ജാക്ക് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഈ ഫോണിൻ്റെ പോസിറ്റീവായിട്ട് വരുന്ന മറ്റൊരു കാര്യം ബാറ്ററിയാണ്. ഈ ഫോണിൽ 5000 mAhൻ്റെ ബാറ്ററിയാണ് വരുന്നത്. അത് നോർമലായിട്ടുള്ള ബാറ്ററി കപ്പാസിറ്റി തന്നെയാണ്. പക്ഷേ എടുത്തു പറയേണ്ട കാര്യമായിട്ട് വരുന്നത് ഇതിൽ 30 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അത് വളരെ നല്ലൊരു കാര്യം തന്നെയാണ്. പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞു ഈ ഫോണിന് കോമ്പറ്റീഷനായിട്ട് വരുന്നത് Redmi Note 10 പോലുള്ള ഫോണൊക്കെയാണ്. Redmi Note 10 എന്ന ഫോണിൽ 33 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ ഈ ഫോണിൽ Type C ചാർജിംഗ് പോർട്ടാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഈ ഫോണിൽ റിവേഴ്സ് ചാർജിങ് എന്നുള്ള ഫീച്ചർ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതായത് ഈ ഫോൺ ഉപയോഗിച്ചിട്ട് നമുക്ക് മറ്റു ഫോണുകൾ ചാർജ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ AOT പ്രോഡക്ട്സ് ഒക്കെ ചാർജ് ചെയ്യാൻ പറ്റും. പിന്നെ ഡിസ്പ്ലേയുടെ കാര്യം പറയുകയാണെങ്കിൽ Realme Narzo 30 4Gയിൽ 6.5 ഇഞ്ചിൻ്റെ ഫുൾ HD+ ഡിസ്പ്ലേ ആണ് വരുന്നത്. ഈ ഫോണിൽ AMOLED ഡിസ്പ്ലേ ഒന്നും ഉപയോഗിച്ചിട്ടില്ല. ഈ ഫോണിൽ IPS LCD പാനലാണ് വരുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ള Redmi Note 10 എന്ന ഫോണിൽ നമുക്ക് ഇതേ പ്രൈസ് റേഞ്ചിൽ AMOLED ഡിസ്പ്ലേ ലഭിക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു കാര്യത്തിൽ Redmi Note 10 എന്ന ഫോണിന് ഒരു അഡ്വാൻറ്റേജ് വരുന്നുണ്ട്. പിന്നെ ഈ ഫോണിൽ 90 Hz റിഫ്രഷ് റേറ്റ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. നേരത്തെ പറഞ്ഞിട്ടുള്ള Redmi Note 10 കൂടെ റിഫ്രഷ് റേറ്റ് ഒന്നും സപ്പോർട്ട് ചെയ്യുന്നില്ല. പക്ഷേ AMOLED ഡിസ്പ്ലേ എന്നുള്ളൊരു അഡ്വാൻറ്റേജ് ആ ഒരു ഫോണിന് വരുന്നുണ്ട്. പിന്നെ ഈ ഫോണിൽ 150 Hz ടച്ച് സാമ്പിളിംഗ് റേറ്റ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പഞ്ചോൾ ഡിസ്പ്ലേ ആണ് ഈ ഫോണിൽ കൊടുത്തിട്ടുള്ളത്. പഞ്ചോൾ വരുന്നത് ടോപ്പ് ലെഫ്റ്റ് ഭാഗത്തായിട്ടാണ്. ഏകദേശം 90.5% സ്ക്രീൻ ടു ബോഡി റേഷ്യോ ആണ് ഈ ഫോണിൽ വരുന്നത്. ഫോണിൻ്റെ പീക്ക് ബ്രൈറ്റ്നസ് വരുന്നത് 580 nits ആണ്. അപ്പോൾ ഡിസ്പ്ലേ അത്യാവശ്യം തിരക്കുകളില്ലാത്ത ഡിസ്പ്ലേ ഒക്കെ ഈ ഫോണിൽ കൊടുത്തിട്ടുണ്ട്. പക്ഷേ ഈ ഫോണിന് കോമ്പറ്റീഷനായിട്ട് വരുന്നത് Redmi Note 10 ആണ്. ആ ഒരു ഫോണിൽ നമുക്ക് കുറച്ചും കൂടി ബെറ്റർ ആയിട്ടുള്ള AMOLED ഡിസ്പ്ലേ ലഭിക്കുന്നുണ്ട്. ആ ഒരു കാര്യം ശ്രദ്ധിക്കുക. പിന്നെ ഈ ഫോണിൻ്റെ വെയിറ്റ് വരുന്നത് ഏകദേശം 192 ഗ്രാമാണ്. അതുപോലെ തന്നെ തിക്നെസ് വരുന്നത് 9.4mm ആണ്. ഫോണിൻ്റെ ഫിംഗർ പ്രിൻറ് സെൻസർ വരുന്നത് സൈഡിൽ പവർ ബട്ടണിൽ ഇൻറ്റഗ്രേറ്റ് ചെയ്തിട്ടാണ്. ഫോണിൻ്റെ ബാക്കിൽ വി സ്പീഡ് ഡിസൈൻ എന്ന പേരിൽ വിളിക്കുന്ന ഡിസൈൻ കൊടുത്തിട്ടുണ്ട്. പ്ലാസ്റ്റിക് ബാക്ക് ബോഡിയാണ് വരുന്നത്. റെക്ടാങ്കുലർ ഡിസൈനിൽ വരുന്ന ക്യാമറ മോഡ്യൂളൊക്കെ വരുന്നുണ്ട്. ഈ ഫോണിൻ്റെ 2 കളർ വേരിയൻസ് ഇപ്പോൾ ഇന്ത്യയിൽ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. റേസിംഗ് സിൽവറും അതുപോലെ തന്നെ റേസിംഗ് ബ്ലൂവും. ക്യാമറയുടെ കാര്യം പറയുകയാണെങ്കിൽ ഫോണിൻ്റെ പിന്നിൽ ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പാണ് വരുന്നത്. 48 മെഗാപിക്സലിൻ്റെ f1.8 അപ്പേഴ്സിൽ വരുന്ന മെയിൻ ക്യാമറ സെൻസറാണ് ഈ ഫോണിൽ കൊടുത്തിരിക്കുന്നത്. പിന്നെ ഈ ഫോണിൽ 2 മെഗാപിക്സലിൻ്റെ f2.4 അപ്പേഴ്സിൽ വരുന്ന മാക്രോ ലെൻസും അതുപോലെ തന്നെ 2 മെഗാപിക്സലിൻ്റെ f2.4 അപ്പേഴ്സിൽ വരുന്ന ബ്ലാക്ക് ആൻഡ് വൈറ്റ് പോർട്രേറ്റ് ലെൻസും വരുന്നുണ്ട്. ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ ഫോണിൽ അൾട്രാ വൈഡ് ആംഗിൾ ലെൻസ് കൊടുത്തിട്ടില്ല. ഇപ്പം ഈ ഒരു പ്രൈസ് റേഞ്ചിൽ വരുന്ന മിക്ക ഫോണുകളിലും നമുക്ക് അൾട്രാ വൈഡ് ആംഗിൾ ലെൻസ് ഒക്കെ കിട്ടുന്നുണ്ട്. നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ള Redmi Note 10 എന്ന ഫോണിലും അൾട്രാ വൈഡ് ആംഗിൾ ലെൻസ് ഒക്കെ വരുന്നുണ്ട്. അപ്പോൾ ആ ഒരു കാര്യം ഈ ഫോണിൻ്റെ കാര്യത്തിൽ ഒരു നെഗറ്റീവായിട്ട് പറയേണ്ടി വരും. പിന്നെ സാധാരണ റിയൽമി ഫോണുകളുടെ ക്യാമറയിൽ കാണുന്ന ലോ ലൈറ്റ് പെർഫോമൻസ് മെച്ചപ്പെടുത്താനുള്ള സൂപ്പർ നൈറ്റ് സ്കേപ്പ്, അതുപോലെ തന്നെ വീഡിയോ സ്റ്റെബിലൈസേഷന് വേണ്ടിയിട്ടുള്ള UIS വീഡിയോ സ്റ്റെബിലൈസേഷൻ, പിന്നെ നൈറ്റ് ഫിൽറ്റേഴ്സ്, ഇതുപോലുള്ള ഫീച്ചേഴ്സൊക്കെ ഈ ഫോണിലും കൊടുത്തിട്ടുണ്ട്. സെൽഫി ക്യാമറയുടെ കാര്യം പറയുകയാണെങ്കിൽ ഫ്രണ്ടിൽ 16 മെഗാപിക്സലിൻ്റെ f2.1 അപ്പേഴ്സിൽ വരുന്ന സെൽഫി ക്യാമറ ആണ് വരുന്നത്. ഇത് Sony IMX471 സെൻസറാണ്. പിന്നെ വിലയുടെ കാര്യം പറയുകയാണെങ്കിൽ ഈ ഫോണിൻ്റെ 4GB റാം വെർഷൻ്റെ വില വരുന്നത് 12,499 രൂപയാണ്. 6GB റാം വെർഷൻ്റെ വില വരുന്നത് 14,499 രൂപയാണ്. ജൂൺ 29 മുതലാണ് ഈ ഫോണിൻ്റെ സെയിൽ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഫ്ലിപ്കാർട്ട് വഴിയും അതുപോലെ തന്നെ realme.com വഴിയുമായിരിക്കും ഈ ഫോണിൻ്റെ സെയിൽ നടക്കുക. പിന്നെ ഫസ്റ്റ് സെയിലിൽ നിങ്ങൾ ഈ ഫോൺ മേടിക്കുകയാണെന്നുണ്ടെങ്കിൽ 4GB റാം വെർഷന് ഒരു 500 രൂപയുടെ ഓഫ് ലഭിക്കും. അതായത് 4GB റാം വെർഷൻ നമുക്ക് 11,999 രൂപയ്ക്ക് മേടിക്കാവുന്നതാണ്.
അപ്പോൾ ഓവറോൾ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ റിയൽമി നാർസോ 34G എന്ന ഫോണിൽ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ അത്യാവശ്യം തരക്കേടില്ലാത്ത നല്ല ഫീച്ചേഴ്സൊക്കെ കൊടുത്തിട്ടുണ്ട്. പക്ഷേ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഇതായിരിക്കും ബെസ്റ്റ് ഫോൺ എന്നൊന്നും പറയാൻ പറ്റില്ല. കാരണം കോമ്പറ്റീഷൻ അത്യാവശ്യം ടൈറ്റാണ്. റെഡ്മി നോട്ട് 10 ഒക്കെ ഇതേ പ്രൈസ് റേഞ്ചിൽ വരുന്നുണ്ട്. ആ ഒരു ഫോണിലാണെങ്കിൽ നമുക്ക് AMOLED ഡിസ്പ്ലേ കിട്ടുന്നുണ്ട്. പിന്നെ ക്യാമറയിൽ ഈ ഫോണിൽ മിസ്സിംഗ് ആയിട്ടുള്ള അൾട്രാ വൈഡ് ആംഗിൾ ലെൻസ് വരുന്നുണ്ട്. അതുപോലെ തന്നെ ഈ ഫോണിൻ്റെ ഒരു പോസിറ്റീവ് ആയിട്ടുള്ള കാര്യമായിരുന്നു 30 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ട്. അതിലും 33 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ടൊക്കെ വരുന്നുണ്ട്. പിന്നെ സ്നാപ്ഡ്രാഗൺ 678 എന്ന പ്രോസസ്സറും മോശമായിട്ടുള്ള പ്രോസസ്സറൊന്നുമല്ല, അതും അത്യാവശ്യം നല്ലൊരു പ്രോസസ്സർ തന്നെയാണ്. അപ്പോൾ ഈ ഫോണിന് അത്യാവശ്യം നല്ലൊരു കോമ്പറ്റീഷൻ നേരിടേണ്ടി വരും, പ്രത്യേകിച്ച് റെഡ്മി നോട്ട് 10 എന്ന ഫോണിൻ്റെ ഭാഗത്തുനിന്ന്. എന്തായാലും ഈ ഒരു ഫോണിനെ പറ്റിയിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായം ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക.